വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് രോഗം മാറ്റാനുള്ളത്. ഈ ലോകത്ത് എന്തെല്ലാം വൈവിധ്യമാർന്ന രോഗങ്ങളുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകൾ രോഗികൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് നമ്മളൊക്കെ. അപ്പോൾ അടുത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലദീ വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, എന്നെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. അല്ലേ, മരണസന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട്. സുഖകരമായ മരണം, ആശ്വാസത്തോടെ മരിക്കണം. മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് റൂഹ് പിടിക്കണം. വല്ലദീ യുമീതുനി സുമ്മ യുഹ്യീൻ, അതിനുശേഷം ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അവിടെ നമുക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട്. അവിടെ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്കറിയില്ല, എന്തൊക്കെ മുസീബത്തുകളാണ് വരാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാം, ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഓരോ നിമിഷവും ആവശ്യമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇത് മനസ്സിലാക്കിയാൽ, ഈ അള്ളാഹു സമദ് എന്നുള്ള ആയത്ത് മനസ്സിലാക്കിയാൽ, അസ്ബാബുകളിലുള്ള തഅല്ലുഖ്, അതിനോടുള്ള ആ വിധേയത്വം കുറഞ്ഞു പോകും നമ്മുടെ മനസ്സിൽ. അല്ല, ചില ആളുകൾ സബബുകളുടെ അടിമകളാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തഇസ അബ്ദുദ്ദീനാർ, തഇസ അബ്ദുദ്ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ നശിച്ചു പോകട്ടെ. എന്താ ദീനാറിൻ്റെയും ദിർഹമിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ? ദീനാറും ദിർഹമും ആവശ്യമുള്ളതാണ്, നമുക്ക് സബബുകളാണ്, നമുക്ക് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നടപ്പിലാക്കാനുള്ള സബബുകളാണ്. ആരും ദീനാറിനെയും ദിർഹമിനെയും പൂജിക്കുന്നില്ല. അത് ഒരു ബിംബം, ദീനാറ് കൊണ്ട് ബിംബം ഉണ്ടാക്കി അതിനെ ആരും ആരാധിക്കുന്നൊന്നുമില്ല. പിന്നെ എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്? അതിൻ്റെ അടിമകളായി മാറി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ എല്ലാ ചിന്തകളും. ദീനാർ കുറഞ്ഞു പോയാൽ അള്ളാഹുവിനോട് അവർ വെറുപ്പ് കാണിക്കും. അള്ളാഹ് എന്നോട് എന്തിനാണ് ഇത് ചെയ്തത്, മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ എനിക്ക് തന്നിട്ടില്ല എന്ന് അള്ളാഹുവിനോട് പ്രതിഷേധിക്കും. കുറച്ച് കൂടിയാലോ മതിമറക്കും. ഇന്നമ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഖാറൂൻ പറഞ്ഞതുപോലെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അതുപോലെ അവരുടെ ബന്ധങ്ങൾ, അവരുടെ വലാവും ബറാവും ദീനാറും ദിർഹമും നോക്കിയായിരിക്കും. അവരുടെക്കാൾ കൂടുതൽ ശമ്പളമുള്ളവരുടെ മുന്നിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന പോലെ അവർ നിൽക്കും. അവരെക്കാൾ കുറച്ച് കുറഞ്ഞവൻ്റെ മുന്നിൽ അള്ളാഹു ആണ് എന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കും. നഊദു ബില്ലാഹ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഇസ വൻതഖസ്, അവൻ നശിച്ചു പോകട്ടെ. വഇദാ ശീക ഫലൻ തഖഷ്, അവന് ഒരു മുള്ളു തറച്ചാൽ അത് ഊരാൻ പോലുമുള്ള കഴിവില്ലാതിരിക്കട്ടെ, അത്രയും അവൻ കഷ്ടപ്പെട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. നഊദു ബില്ലാഹ്. അപ്പോൾ ഈ തരത്തിലുള്ള തഅല്ലുഖ് അത് നമുക്കുണ്ടാവരുത് അസ്ബാബുകളോട്. അസ്ബാബുകൾ ആവശ്യമാണ്, അത് നിഷേധിക്കുന്നില്ല. അസ്ബാബുകൾ നിഷേധിക്കുന്ന ആളുകളെക്കുറിച്ച് കേട്ടപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഹും അഹ്ലുൽ ബിദ്അ, അവർ ബിദ്അത്തിൻ്റെ ആളുകളാണെന്നാണ് പറഞ്ഞത്. രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അധ്വാനിക്കുകയില്ല, അള്ളാഹു റിസ്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആളുകളെക്കുറിച്ച്. എന്നാൽ ഈ സബബുകളുടെ അടിമകളാവാനും പാടില്ല. അള്ളാഹുവാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകണം. ആ ബോധം ഉണ്ടോ ഇല്ലയെന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ഈ സബബുകൾ കുറച്ച് കുറേയൊക്കെ ചെയ്താൽ മനസ്സിലാവും നമ്മൾ ഏതിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത്.